ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏവിയേഷൻ ഫീൽഡിലെ കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നതാണ്. അതിന് മുൻപേ ഞാൻ പറയാമല്ലോ, എല്ലാ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അപ്പം ഏത് ജോബിലാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. ഇതിന് മാത്രമല്ല, പക്ഷേ ഞാൻ ഏവിയേഷൻ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പം ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് പേർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണെങ്കിലും അതല്ലാതെ ഏവിയേഷൻ ഫീൽഡിൽ തന്നെ മറ്റ് പല ജോലികളിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കയറാനായിട്ട് ഒരുപാട് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും ഈ ഒരു ഏവിയേഷൻ ഫീൽഡിൽ എങ്ങനെ കയറി പറ്റാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഷെയർ ചെയ്തത്. ഞാനിപ്പം ജോബ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കും ചിലപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നേരിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുതല്ലോ, ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫ്രഷറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് വന്നു കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3 മാസം വരെ അത്യാവശ്യം നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ജോബിൻ്റെ കാര്യങ്ങളല്ല, നമ്മുടെ ലൈഫ് മൊത്തത്തിൽ, നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ശീലിച്ച് വന്ന ഒരു സർക്കിളുണ്ട്, അത് മൊത്തത്തിൽ മാറുന്ന ഒരു ഫീൽഡാണ്. കാരണം നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഷിഫ്റ്റൊക്കെ വരാം. അപ്പം എന്തായാലും മോസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഫ്ലൈറ്റ്സും തന്നെ നൈറ്റിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മുടെ ലൈഫ്, രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എണീക്കുന്നു, പിന്നെ നമ്മളുടെ മോർണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ആൻഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, പിന്നെ വൈകിട്ട് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്തായാലും വീട്ടിലുണ്ടാകും. അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോട് എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, അങ്ങനെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കാണുകയെങ്കിലും ചെയ്യും. പിന്നെ രാത്രി ഉറങ്ങുന്നു. ഇത് ഏകദേശം ഒരു 18-20 വർഷം വരെ നമ്മൾ ശീലിച്ച് വന്നിരിക്കുന്ന ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ജോബിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മൾ നൈറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 11 മണി, അത് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കത്തേ ഇല്ല. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ഉറക്കമൊക്കെ നോക്കുന്ന ആളാണ്. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് നൈറ്റ് 10 മണി തൊട്ട് മോർണിംഗ് 6 മണി വരെ ഉറങ്ങാതെ നിന്ന് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അതുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഈവനിങ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾക്ക് 2 മണി തുടങ്ങിയിട്ട് 10 മണി, രാത്രി 10 മണി വരെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചെറുതായി. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും, എനിക്ക് ഈവൻ ഓഫുള്ള ഡേയ്സ് എന്ന് പറയുന്നതും ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്ന ഏതെങ്കിലും ഡേ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതൊക്കെ കുറഞ്ഞപ്പോഴത്തേനും ഫസ്റ്റിലെ കയറിയ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈവൻ വീട്ടുകാരുള്ളപ്പോൾ പോലും അവരോട് മിണ്ടില്ലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റില്ല അതിനെ, പക്ഷേ ഏകദേശം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗും വരും. അത് ജോബിലുള്ള പ്രഷർ കൊണ്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ ആ ലൈഫുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പബ്ലിക് ഹോളിഡേയ്സ്, പിന്നെ ഈ കലണ്ടറിൽ ഇങ്ങനെ ചുമപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ പിന്നെ ഉണ്ടാവില്ല. ഇപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഹർത്താലാണ്, എന്ത് കുന്തം വന്നാലും നമുക്ക് എന്തായാലും എയർക്രാഫ്റ്റ് വരും പോകും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഡ്യൂട്ടി ഉണ്ടാവും. പബ്ലിക് ഹോളിഡേയ്സ് ഇപ്പം നമുക്ക് ഓണം, വിഷു, ഈസ്റ്റർ, റംദാൻ, ക്രിസ്മസ്, അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി ഉണ്ടാവും. ഇഫ് നമുക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള ലീവിൽ നിന്നും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലീവ് കിട്ടും. അതല്ലാതെ അതിനൊരു സ്പെഷ്യലായിട്ടുള്ള ലീവോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ഓഫ് വരുന്നത് ഈ പറഞ്ഞ പോലെ സൺഡേയ്സ് ഒന്നും ആയിരിക്കില്ല, വേറെ പുറത്തു പോകാനോ ഒന്നും പറ്റത്തില്ല. വർക്ക് ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കയറിയിട്ട് വർക്ക് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. മേ ബി മറ്റ് ജോബ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ടൈം പോകും, പെട്ടെന്ന് നമ്മളെല്ലാം ചെയ്ത് തീർക്കും. അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. ചില പാസഞ്ചേഴ്സ് നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്യുമ്പോഴത്തേനും എല്ലാ ഡീറ്റെയിൽസ് ഇങ്ങനെ അടിച്ച് പറക്കി നോക്കുമ്പോൾ അവർ നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനെത്ര ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇഫ് നമ്മൾ അതിലെന്തെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ട് ഇയാളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് അത് നമ്മൾ കാണാതെ നമ്മുടെ കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ അവിടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പം ഹോൾഡ് ആവും.
അവർക്ക് എന്തൊക്കെയാണോ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലുമ്പം അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അവരവിടെ ഹോൾഡ് ആവും, ചിലപ്പോൾ അവർ തിരിച്ചയച്ചേക്കാം. അപ്പം അത് പിന്നെ ആ ഒരു ചെക്ക് ഇൻ ചെയ്ത സ്റ്റാഫിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ലൈക്ക് പാസഞ്ചേഴ്സായിട്ട് വരുന്നവർക്ക് അറിയില്ല ഈ ചെക്ക് ഇൻ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മളവിടെ കാണുമ്പോഴത്തേനും ആൾക്കാർ വിചാരിക്കുക പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് വിടുന്നു എന്നുള്ളത്. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്ന ഓരോന്നും, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്രയും കെയർഫുള്ളായിട്ടും എന്താ ഒബ്സർവേഷനും ഒക്കെ വേണ്ട ഡ്യൂട്ടീസാണ്. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഒരുപാട് ടൈപ്പ് ഓഫ് പുതിയ പുതിയ വള്ളികൾ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അതിനോട് എന്താ പ്രതികരിക്കേണ്ടേ എന്ന് പോലും ചില നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മളത് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലൈറ്റ് എന്തെങ്കിലും കാരണത്താൽ ഡിലേ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ആവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം ഇപ്പം ഈ ഫ്ലൈറ്റ് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അത് എത്ര നേരമാണോ ഡിലേ ആവുന്നത് അത്രയും നമ്മളുടെ വർക്ക് ടൈമും കൂടുകയാണ്. നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ഓട്ടം അല്ലെങ്കിൽ അങ്ങനെ നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഹെൽത്ത്, ഇപ്പം നമ്മൾ ഈ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഉറക്കമൊക്കെ കംപ്ലീറ്റ്ലി മാറുക. ഇപ്പം ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഇപ്പം 3 ദിവസം നൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 3 ദിവസം ഞാൻ ആഫ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 3 ദിവസം ഞാൻ രാത്രിയെല്ലാം ഉറങ്ങാതെ നിന്നേ, പിറ്റേ ദിവസം ഞാൻ ഉറങ്ങാൻ വന്ന് 10 മണിയാകുമ്പോൾ കിടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഉറങ്ങില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന പോലെയല്ല, നമുക്ക് പകൽ ഉറങ്ങുമ്പം എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല, ആ ഒരു സുഖകരമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ടൈമിങ്സ് എല്ലാം മാറും. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കൽ, ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉറങ്ങായിരിക്കും, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പോഴത്തേനും നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് സ്കിപ്പാവും. പക്ഷെ ഇതിലേക്ക് വരാൻ നിൽക്കുന്നവരോട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് പാസ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പം നെഗറ്റീവ്സ് ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്നൊന്നും പറയണ്ട. പിന്നെ ഇൻ്റർവ്യൂസിന് പോകുന്ന ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം നെഗറ്റീവ് സൈഡ് ഓഫ് ഏവിയേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയാമല്ലോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ നെഗറ്റീവ് സൈഡ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് വരിക.